ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ CD ഡീലക്സ് ഉണ്ട്, BS6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് നമുക്ക് ബ്രേക്ക് ഷൂ തടുത്തതിന് വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്താൽ അടുത്ത സർവീസിൽ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റിയിടേണ്ടി വരും. അതുകൊണ്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെറിയ ലൂസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ലീസൊക്കെ ഇതൊന്ന് റീസെറ്റ് ചെയ്യുക. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ എയർ ഫിൽറ്ററിനായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലൊന്നും മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്കും ബ്രേക്ക് ഷൂ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. വേറെ നിലവിൽ വേറെ കേബിളുകളായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, നമ്മൾ അതിൻ്റെ പ്ലഗും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പ്ലഗ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കും. പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗും നല്ല പുതിയ പ്ലഗാണ്, ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലൊരു സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. നമുക്ക് ഈ സ്വിച്ചൊക്കെ ഒന്ന് അയച്ചൊന്ന് ലൂബ്രിക്കേഷൻ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. നിലവിൽ ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ ബാറ്ററി ടെസ്റ്റും കൂടി നമ്മൾ നടത്തി പോകുന്നുണ്ട്. നിലവിൽ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.83 ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്, മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ബാറ്ററിക്ക്. സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഇടയ്ക്ക് കാണിക്കുന്നുണ്ടോ എന്നാണ് പറഞ്ഞത്. നിലവിൽ ചെക്ക് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ സ്വിച്ചിൻ്റെ കാര്യത്തിലൊന്ന് അത് ഈ സ്വിച്ചൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തൊന്ന് ലൂബ്രിക്കേഷൻ ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ ഫ്യൂൽ മീറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. ഫ്യൂൽ മീറ്റർ വർക്കിംഗ് അല്ല എന്നുള്ളത്. അത് നമുക്ക് ആ ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഫോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് BS6 ആകുകൊണ്ട് നമുക്ക് നിലവിലിപ്പോൾ അത് സ്റ്റോക്കില്ല. നമ്മളത് ഓർഡർ ചെയ്ത് വരുത്താം. അത് വരുത്തുമ്പോൾ വന്ന് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ, പിന്നെ വേറെ അങ്ങനെ പറയുന്നതൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. മെയിനായിട്ട് സർവീസിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വാഷിങ്ങും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിലും മാറണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.